കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തകർപ്പൻ പ്രകടനത്തിനടിത്തറയായ ഉത്തർപ്രദേശിൽ ഇക്കുറി ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി. രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വൈകാരിക വിഷയങ്ങളും വാരണാസിയിൽ മത്സരിച്ചതിലൂടെ പാർട്ടി ലക്ഷ്യമിട്ട മോദി ഇഫക്റ്റും പ്രതീക്ഷിച്ച രീതിയിൽ ഏക്കാതെ വന്നതോടെ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും വൻ മുന്നേറ്റം സമ്മാനിച്ച ഉത്തർപ്രദേശിൽ ബി.ജെ.പി 40-ൽ താഴെ സീറ്റുകളിൽ ഒതുങ്ങി. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ കോൺഗ്രസിന്റെ അജയ് റായ്ക്കെതിരെ 1000-ലേറെ വോട്ടിന് പിന്നിലായത് ബി.ജെ.പിയെ ഞെട്ടിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം 34 സീറ്റുകളിൽ മാത്രമാണ് ബി.ജെ.പി ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ 62 സീറ്റുകൾ നേടിയ സ്ഥാനത്താണിത്. ഇവിടെ സമാജ്വാദി പാർട്ടി 34 സീറ്റിലും കോൺഗ്രസ് 9 സീറ്റിലും മുന്നിലാണ്. രാഷ്ട്രീയ ലോക്ദൾ 2ഇടത്തും ആസാദ് സമാജ് പാർട്ടി 1ഇടത്തും ലീഡ് ചെയ്യുന്നു. 2019-ലെ തിരഞ്ഞെടുപ്പിൽ ബി.എസ്.പിക്ക് 10ഉം സമാജ്വാദി പാർട്ടിക്ക് 5ഉം അപ്നാദളിന് 1 സീറ്റുമാണ് ലഭിച്ചത്. കോൺഗ്രസ് അന്ന് ഒറ്റ സീറ്റിൽ ഒതുങ്ങി. ഇത്തവണ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഒരുമിച്ച് മത്സരിക്കാനുള്ള എസ്.പി കോൺഗ്രസ് പാർട്ടികളുടെ തീരുമാനമാണ് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ചിത്രം മാറ്റിയത്. 17 സീറ്റിൽ മാത്രം മത്സരിച്ചാണ് കോൺഗ്രസ് 9ഇടത്ത് ലീഡ് ചെയ്യുന്നത്. സോണിയാഗാന്ധി മാറിയ റായ്ബറേലിയിൽ പകരമെത്തിയ രാഹുൽ ഗാന്ധി ഏറെക്കുറെ വിജയമുറപ്പിച്ചു. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി തോറ്റ അമേഠിയിലും ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നിലാണ്. ഇവിടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി.